എന്തൊക്കെയാണ് കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച കെ.എൻ. ബാലഗോപാലിന്റെ ആറാമത്തെയും പിണറായി സർക്കാരിന്റെ അവസാനത്തെയും ബജറ്റിലെ ട്രംപ് കാർഡുകൾ എന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മൾ വിഴിഞ്ഞത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. ഓരോ കണ്ടെയ്നറുകളായി ആ പ്രതീക്ഷകൾ വന്നിറങ്ങുകയാണ്. നമ്മൾ ഇന്നലെ വരെ പ്രതീക്ഷകളായിരുന്നത് ഇന്നിപ്പോൾ കണക്കുകളായി നമ്മുടെ മുന്നിലുണ്ട്. നോക്കാം എന്തൊക്കെയാണ് ട്രംപ് കാർഡുകൾ. കേരള വോട്ട് ബഡ്ജറ്റ് 2026 കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന്, 12ാമത്തെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് 2024 ജൂലൈ മാസം മുതലുള്ള കാത്തിരിപ്പാണ്. 12ാം ശമ്പള കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനുശേഷം ഉടൻ നടപ്പാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നില്ല. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3820 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം കാസർഗോഡ് RRTS എന്ന അതിവേഗ റെയിൽപാത കൊണ്ടുവരുന്നു. തൊഴിലാളി ക്ഷേമത്തിന് തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ വകയിരുത്തുന്നു. മെഡിസിപ്പ് 2 രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. യുവാക്കൾക്ക് കണക്ട് വർക്ക് പ്രകാരം സ്കോളർഷിപ്പ് പദ്ധതിക്ക് 400 കോടി രൂപ വിലയിരുത്തുന്നു. ഡിഗ്രി വിദ്യാഭ്യാസം ഇനി പൂർണ്ണമായും സൗജന്യം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എന്നുള്ളതാണ്. വികസനത്തിനായി വിഴിഞ്ഞത്തിൽ 1000 കോടി രൂപ മാറ്റിവെക്കുന്നു. കൊച്ചി മെട്രോയ്ക്ക് 79.02 കോടിയും കട്ടപ്പന തേനി തുരങ്കപാത കക്കാടംപൊയിൽ തുരങ്കപാതയ്ക്കൊപ്പം തന്നെ പദ്ധതി ഇടുന്നു. പട്ടികജാതി വികസനത്തിന് ബജറ്റ് വിഹിതത്തിൽ 3507 കോടി രൂപ, വിദ്യാഭ്യാസത്തിന് 677 കോടി, ഭവന നിർമ്മാണത്തിന് 746 കോടി രൂപ പട്ടികജാതി വികസനത്തിന്. കാർഷിക മേഖലയിൽ മാത്രം ബജറ്റ് വിഹിതം 2024 കോടി രൂപ മാറ്റിവെക്കുന്നു. നെല്ല് സംയോജിത പദ്ധതിക്ക് 180 കോടി രൂപ, തോട്ടം തൊഴിലാളി ക്ഷേമത്തിന് 156 കോടി രൂപ, മലബാറിന് വയനാട് പാക്കേജിന് 50 കോടി, കാസർഗോഡ് പാക്കേജിന് 80 കോടി. ജീവനക്കാർക്ക് അഷ്വർഡ് പെൻഷൻ പങ്കാളിത്ത പെൻഷന് പകരം കൊണ്ടുവരുന്നു. ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ജീവനക്കാർക്ക് നൽകുന്നു. സ്ത്രീകൾക്ക് കുടുംബശ്രീ മുഖാന്തരം 22.27 കോടി, ഷീ വർക്ക് സ്പേസിന് 200 കോടി നിക്ഷേപം. ന്യൂനപക്ഷ ക്ഷേമത്തിനായി ബജറ്റ് വിഹിതം 94 കോടി 69 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് ആസാദ് ഫെലോഷിപ്പിന് പകരം കൊണ്ടുവരുന്നു. ബജറ്റ് എസ്റ്റിമേറ്റിന് വരവ് 1.82 ലക്ഷം കോടി, ചെലവ് 2.4 ലക്ഷം കോടി, കമ്മി 34,587 കോടി രൂപ. ഇതാണ് ബജറ്റ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിയാലുള്ള പ്രഖ്യാപനം. വളരെ സാമൂഹിക നീതി തൊട്ട ബജറ്റാണ് എന്നാണ് സർക്കാരും ഇടതു കേന്ദ്രങ്ങളും പറയുന്നത്. എന്നാൽ ബജറ്റിനെ വിമർശിക്കുകയാണ് പ്രതിപക്ഷം. ഓരോന്നായി തന്നെ നമ്മൾ നോക്കി. ഇനി നമുക്ക് റോഷിപാലിലേക്കൊന്ന് പോകാം. നമ്മുടെ കൂടുതൽ വിശകലനങ്ങളുമായി പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, ഗുഡ് ഈവനിംഗ് റോഷി. ബജറ്റിനെ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുമ്പോൾ ജനപ്രിയ ബജറ്റ് എന്ന് പറയാം. സാമൂഹിക ക്ഷേമത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റാണ്. എന്നാൽ അത് അപ്രായോഗികമാണ്, രാഷ്ട്രീയം കലർത്തിയുള്ള ബജറ്റാണ്. ഈ ബജറ്റ് നടപ്പാക്കാനേ പോകുന്നില്ലല്ലോ എന്നാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത്. വോട്ട് ബജറ്റാണോ ഇന്ന് കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്? അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട ജനപ്രിയ ബജറ്റാണ് ഇന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ്. അതുകൊണ്ട് തന്നെ കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ കാതോർത്തിരുന്നത്. ആ പ്രതീക്ഷ പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചേർത്തു നിർത്തുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർ നിരന്തരം ആവശ്യപ്പെട്ട ശമ്പള പരിഷ്കരണത്തിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നു. ഒപ്പം DA കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് പറയുന്നു. DA കുടിശ്ശിക അടുത്ത മാസത്തെ ശമ്പളത്തോടൊപ്പം അതിൽ ഒരു ഭാഗം പിന്നീട് മാർച്ച് 31 തന്നെ പൂർണ്ണമായും ആ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ നിരവധി വികസന പദ്ധതികൾക്ക് പ്രഖ്യാപനങ്ങളുണ്ട്. ഇന്നലെ തന്നെ മന്ത്രിസഭ ഏറ്റവും പ്രധാന തീരുമാനമെടുത്തതാണ്. അതിൽ അതിവേഗ റെയിൽപാതയാണ്. അതിവേഗ റെയിൽപാത സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 12 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഈ ജനപ്രിയ പ്രഖ്യാപനത്തിൻ്റെ പൈലറ്റ് പ്രഖ്യാപനമായി നമുക്ക് ഇന്നലെ തന്നെ വിലയിരുത്താൻ കഴിഞ്ഞിരുന്നു. ഇതിനൊപ്പം പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് ആശാ വർക്കർമാർക്കും അംഗനവാടി വർക്കർമാർക്കുമുള്ള വേതനത്തിലെ വർധനവാണ്. 1000 രൂപ വീതം വെച്ചാണ് അവരുടെ വേതനത്തിൽ വർധനവ് വരുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളോടുകൂടിയുള്ള ബജറ്റ്. ഏറെ പ്രതീക്ഷയാണ് സർക്കാരിനും ഈ ബജറ്റിൽ.